ഹലോ കൂട്ടുകാരെ, ഓടിച്ചടിവായോ, നമുക്കൊരടപ്പായസം ഉണ്ടാക്കിയാലോ ഇന്ന്. വേഗം വാ. അപ്പം ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളയ്ക്കാൻ വയ്ക്കുക. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ നമ്മുടെ ശർക്കര തല്ലിപ്പൊട്ടിച്ച് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് നമുക്ക് അത് ഉരുക്കാനും വയ്ക്കാം. അപ്പം രണ്ട് കാര്യവും ഒരേ ടൈമിൽ നടക്കും. അതിന് ശേഷം നമുക്ക് ചവ്വരി വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം തിളയ്ക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കട്ടെ, ഇവിടെ ഇരുന്ന് ശർക്കരയും തിളച്ച് ഉരുകട്ടെ. അപ്പോൾ ശർക്കര തിളച്ച് ഉരുകി ഏകദേശം ഓൾമോസ്റ്റ് ഉരുകി കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഒന്ന് അരിച്ചെടുക്കണം. നമുക്കൊന്ന് അരിച്ചെടുത്താലോ? പുറത്ത് നമ്മുടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അടയിട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് മറിയുന്നു. അപ്പോൾ പെട്ടെന്ന് ശർക്കര ഉരുക്കിയതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ അടയിട്ട് വേവിച്ചെടുക്കാം. ഒത്തിരി കച്ചട ഉണ്ടായിരുന്നു ഗെയ്സ്. എല്ലാവരും ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ അല്ലാണ്ട് തന്നെ ശർക്കര ഇടുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. ഒത്തിരി അഴുക്കുള്ളതായി ശർക്കരയിലൊക്കെ. അപ്പം അതിൻ്റെ മണ്ണും ഒക്കെ പോകണമെങ്കിൽ നമ്മൾ അരിച്ചെടുത്തേ പറ്റും. ചിലർ പായസം ഉണ്ടാക്കുന്ന ആ പായസം കുടിക്കുമ്പോൾ മണ്ണ് കടിക്കും. അതിങ്ങനെ ശർക്കര എടുത്തിടുന്നതാണ്. അപ്പം തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് അടയെടുത്തിട്ട് കൊടുക്കാം. അടയെടുത്തിട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ അടുപ്പിലേക്ക് പാല് വെച്ചിട്ടുണ്ട്. ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അടയും വേകട്ടെ, പാലും തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചവ്വരി റെഡിയാക്കാം. അട ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കത് കോരി ഊറ്റി മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത അടയെ കുറച്ച് പച്ചവെള്ളത്തിൽ കഴുകി എടുക്കണം. ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിലും കൂടെ വാഷ് ചെയ്തെടുക്കുന്ന. അതൊന്നും ഞാൻ എടുക്കുന്നില്ല, വീഡിയോയിൽ സ്കിപ്പ് ചെയ്യുകയാണ്. എനിക്ക് ഒത്തിരി ലോങ് വീഡിയോ ആയിപ്പോൾ. ഇപ്പം നമ്മുടെ അട കോരി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ അടയെല്ലാം കോരി മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ ഒരു പച്ചവെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞു. ആ സമയം കൊണ്ട് നമുക്ക് ചവ്വരി അടുപ്പത്ത് വെച്ച് വേവിക്കാം. ചവ്വരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചവ്വരി വേവിക്കാനായിട്ട് വെച്ചു. നിങ്ങളെൻ്റെ പിടി പോയ എൻ്റെ പാത്രം കണ്ടിട്ട് ചിരിക്കരുത് ഗെയ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്രമാണ്. പിടി പോയാലും ഞാനത് ഉപയോഗിക്കും. എനിക്കത് കളയാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കും. നിങ്ങൾ ചിരിക്കല്ലേ. നമ്മുടെ പാല് ഏകദേശം തിളച്ച് കഴിഞ്ഞു. ചവ്വരിയും ഏകദേശം വെന്ത് കഴിഞ്ഞു. തൊണ്ടയിൽ കിച്ച് കിച്ച് ഗെയ്സ്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നു.
നമ്മുടെ ചവ്വരി വെന്തു. ചവ്വരി നിറക്കാം. നമ്മുടെ പാലും തിളച്ചു. രണ്ടും മാറ്റി. ഇനി നമുക്ക് നമ്മൾ അട വേവിച്ച ആ പാത്രം തന്നെയാണ് ഞാൻ വാഷ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇനി അതിൽ കുറച്ച് നെയ്യിടുക. കുറച്ച് നെയ്യിട്ട ശേഷം നമ്മൾ ഊറ്റിക്കോരി വെച്ചിരിക്കുന്ന അടയെടുത്ത് ആ നെയ്യിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റണം. അടയിട്ട് നമ്മൾ വഴറ്റി കുറേ സമയം വഴറ്റിയതിന് ശേഷം ശർക്കര ഉരുക്കിയത് ഒഴിക്കണം. നെയ്യ് നന്നായിട്ട് ഉരുകി വരട്ടെ. നമുക്ക് അട അതിലേക്ക് ഇട്ടിട്ട് വഴറ്റാം. അടയിടുന്ന സ്കിപ്പായിപ്പോയി ഗെയ്സ്. അത് വീഡിയോ ഓഫായി പോയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അടയിട്ട് നന്നായിട്ട് വഴറ്റുക. കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് കുറച്ചൊന്ന് വേഗണമല്ല, ഇതിലേക്ക് ആ മധുരമൊക്കെ നമ്മുടെ അടയിലേക്കൊന്ന് പിടിച്ചു വരണം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ ഇതിനൊരു ഗ്ലൈസിങ് കിട്ടും. ശർക്കര ഇട്ട് വയ്ക്കുന്ന ഏതൊരു സാധനത്തിനും നമ്മൾ അല്പം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഗ്ലൈസിങ്ങും ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും നല്ലതാണ് ഷുഗർ. അങ്ങനെ നമ്മുടെ ശർക്കരയും അടയും കൂടെ അങ്ങനെ കിടന്ന് രണ്ടും കൂടെ യോജിച്ച് വരുവാണ്. അടയിലേക്ക് ആ മധുരമെല്ലാം ഇങ്ങനെ പിടിച്ച് വരുന്നു. ഇനി നമുക്കതിലേക്ക് ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കാം. ഗെയ്സ്, വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കാം ഗെയ്സ്. ഇതുണ്ടാക്കുന്ന സമയത്ത് പായസക്കൊതിയനായി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഇടയ്ക്ക് കാണുന്നത് അതാണ് ഗെയ്സ്. പായസക്കൊതിയനായി ഹസ്ബൻഡ് അടുത്തുണ്ട്. പുള്ളിക്കാരന് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. അവിടെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പുള്ളിക്കാരനാണ്. അങ്ങനെ നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ ചവ്വരി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചവ്വരിയും അടയും ശർക്കരയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. ഇതിങ്ങനെ മിക്സായി അതിൽ കിടന്നിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചുക്കുപൊടി, ഏലക്ക, പിന്നെ നമ്മുടെ കാഷ്യൂ, കിസ്മിസ് ഇതെല്ലാം കൂടെ വറുത്ത് ഇടണം. ഇവിടെ പായസക്കൊതിയന്മാരൊക്കെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇതിൻ്റെ മണം അടിച്ചപ്പം എല്ലാവരും അടുക്കളയിൽ വന്ന് ചുറ്റും നിൽക്കുവാണ്. ഒരാളാണെങ്കിൽ ഇവിടെ നിന്ന് മാറാണ്ട് നിൽക്കുവാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാറിപ്പോയി. പിന്നെ വീഡിയോ എടുക്കുന്നത് ആദ്യം കണ്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പാലൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാലെടുത്തപ്പോഴത്തേക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല. ഇനി വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഗെയ്സ്. ആവശ്യത്തിനുള്ള പാലൊക്കെ ഒഴിച്ചു. ഇനി അത് പാലും അടയും ചവ്വരിയും എല്ലാം കൂടെ ഈ പാലിൽ കിടന്നൊന്ന് കുറച്ചൊന്ന് കുറുകി വരണം.
കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് ചുക്കും കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ കാഷ്യൂ കിസ്മിസ് എല്ലാം കൂടെ ആവശ്യത്തിന് പാലൊക്കെ ഒഴിച്ചു. നമ്മുടെ പായസം ഇങ്ങനെ ഓൾമോസ്റ്റ് ഡൺ. ഇതിൽ ഒരു അബദ്ധം പറ്റി ഗെയ്സ്, ഞാൻ കാഷ്യൂവും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്ത് ഇതിലിടുന്നത് സ്കിപ്പായി പോയി കേട്ടോ, ക്ഷമിക്കുക. ഇനി കുറച്ച് ചുക്കുപൊടി ഏലക്കയൊക്കെ ഇടണം. എല്ലാം ഇട്ടിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ അതൊന്നും കിട്ടിയിട്ടില്ല. കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ച് പാലും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇനി ഇത് കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്യേണ്ടി വരും. കുറച്ച് തണുക്കുമ്പോൾ ഇത് വീണ്ടും കട്ടിയാവും. അതിന് ഞാൻ പാൽ കാച്ചി വെച്ചിരിക്കുന്നത്. ഇത് കട്ടിയാവും തോറും ഞാൻ പാൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏകദേശം നമ്മുടെ പായസം ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ മധുരം നോക്കുകയാണ് ഗെയ്സ്, മധുരം നോക്കുകയാണ്. അപ്പോൾ ഇതാ വീണ്ടും കിച്ചണിലേക്ക് വന്നൊരാൾ കൊതിമൂത്ത്. കൊതിമൂത്ത് വീണ്ടും ആൾ കറങ്ങി വീണ്ടും വന്നു ഗെയ്സ്. ആയില്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഗെയ്സ്. ഇനി ഞാൻ കുറച്ച് കാഷ്യൂവും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു ഗെയ്സ്. ഇന്നത്തെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ ഷെയർ ചെയ്താൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.